Hello everyone, we continue our discussion on electrodynamics paper 2. In this video, I will be discussing about the unit 3 which deals about the transient currents. ഈ വീഡിയോയിൽ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് എന്താണെന്നും സ്പെസിഫിക് ആയിട്ട് RL സർക്യൂട്ടിലുള്ള ട്രാൻസിയൻറ്റ് കറൻറ്റ്സിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാം, അതിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓവറോൾ ഈ മൊഡ്യൂളിൽ യൂസ് ചെയ്യുന്ന റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എ ടെക്സ്റ്റ് ബുക്ക് ഫോർ ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ BL തെരേജ ആൻഡ് AK തെരേജയാണ്. ഈ ബുക്ക് ഞാൻ മോഡിൽ ടോപ്പിക് 2ൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡിസ്കഷൻ ഓൺ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ്. സ്റ്റഡി കറൻറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. അതായത് നമ്മളൊരു വോൾട്ടേജ് സോഴ്സ്, ഇപ്പോൾ DC ആണെങ്കിൽ ഒരു ബാറ്ററി, അല്ലെങ്കിൽ AC ആണെങ്കിൽ AC ഒരു ജനറേറ്റർ സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. AC കറണ്ട് അല്ലെങ്കിൽ DC കറണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ കറണ്ട് മെഷർ ചെയ്യാൻ എളുപ്പമാണ്. നമുക്കൊരു DC കറണ്ട് ആണെങ്കിൽ മില്ലി മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാം. ഇവിടെ AC സർക്യൂട്ടിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ RMS വാല്യൂ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റഡി കറണ്ട്. സ്റ്റഡി കറണ്ട് എന്ന് പറയുമ്പോൾ സർക്യൂട്ടിൽ ഇനീഷ്യൽ നമ്മൾ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് അൺസ്റ്റെബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂവിന് കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകും. അത് വളരെ മൈക്രോ സെക്കൻഡ് അത്രയും നീണ്ടു നിൽക്കുന്ന ചേഞ്ചസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റഡി ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സ്റ്റഡി കറൻറ്റ്സ് മെഷർ ചെയ്യാൻ എളുപ്പമാണ്, വെദർ ഇറ്റ് ഈസ് DC ഓർ AC കറണ്ട്. ഇനി ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസിയൻറ്റ് കറണ്ട് ദേ ആർ ദി സർജസ് ഓർ സ്പൈക്സ് ഇൻ ദ ഇലക്ട്രിക് കറണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ഫാരഡേസ് ലോ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു, ഒരു സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തോ ദർ വിൽ ബി എ ലാർജ് ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ദ കറണ്ട് അല്ലേ. അപ്പോൾ ഫാരഡേസ് ലോ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ മൈനസ് d∅dt, അതിനെ നമുക്ക് മൈനസ് LdI/dt എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഒരു കറണ്ടിലൊരു ചേഞ്ച് വരികയാണെങ്കിൽ ദർ വിൽ ബി ഇൻഡ്യൂസ്ഡ് EMF അല്ലേ. അപ്പോൾ ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തോ ദർ വിൽ ബി ഒരു പ്ലഗിൽ നിന്നും ഒരു വയർ വലിക്കുന്ന സമയത്തോ ഒരു സ്പാർക്ക് ഉണ്ടാവാൻ കാരണമാകുന്നത്. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തോ ഓഫ് ചെയ്യുന്ന സമയത്തോ ഉണ്ടാകുന്ന ഇത്തരം സ്പൈക്സസ് അല്ലെങ്കിൽ ആ കറണ്ടിലുള്ള ഫ്ലക്ച്വേഷൻസ്, ആ കറണ്ടിലുള്ള വേരിയേഷൻസിനെ പറയുന്ന പേരാണ് ട്രാൻസിയൻറ്റ് കറണ്ട്. അപ്പോൾ അത് നടക്കുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയത്തേക്കാണ് നടക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ആൻ അപ്പാരറ്റസ് ഓർ സർക്യൂട്ട് സഡൻലി കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ് ഫ്രം ദ പവർ സപ്ലൈ. ഓക്കെ, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എ സർക്യൂട്ട് ഈസ് ഷോർട്ടഡ്, സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത്, അപ്പം ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് അവിടെ ഒരു സഡൻ ഡ്രോപ്പ് ഇൻ കറണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് വെൻ ദർ ഈസ് എ സഡൻ ചേഞ്ച് ഇൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഫ്രം എ ഫൈനൈറ്റ് വാല്യൂ ടു അനദർ. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ടിലൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, അത് പെട്ടെന്ന് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ടാവാം. ഇപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വളരെ കുറഞ്ഞ മൊമെൻറ്റിലേക്ക് ഉണ്ടാകുന്ന കറണ്ടിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന വേരിയേഷനാണ്. ആ വേരിയേഷൻ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് എന്ന് പറയുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വി കൺസിഡർ ദ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് വെൻ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് ആർ സ്വിച്ച്ഡ് ഓൺ ഓർ ഓഫ് ഫ്രം ദ സപ്ലൈ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളത് സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ഓൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്ന സമയത്തോ ഉണ്ടാകുന്ന ട്രാൻസിയൻറ്റ് കറൻറ്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ, സപ്പോസ് ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതിനൊരു കീ ഉണ്ട്, നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു കീ. അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയുള്ള കറണ്ട് സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തി ഒരു സ്റ്റഡി ഫ്ലോയിലേക്ക് എത്തും. അപ്പോൾ സീറോയിൽ നിന്ന് ഒരു സ്റ്റഡി ഫ്ലോ എത്തുന്ന വരെയുള്ള സമയത്തേക്കുള്ള കറണ്ടിനെയാണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, സർക്യൂട്ടിലൊരു കറണ്ട് സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ മാക്സിമം വാല്യൂ ഉള്ള കറണ്ട് അത് സീറോയിലേക്ക് പോകുന്നു. അപ്പോൾ മാക്സിമം വാല്യൂയിൽ നിന്ന് സീറോയിലേക്ക് പോകുന്ന ആ ഒരു വേരിയേഷൻ ഉണ്ടാക്കുന്നത് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് ആണ്. ഓക്കെ, അത് പെട്ടെന്ന് ഹൈ സ്റ്റേറ്റിൽ നിന്ന് ലോ സ്റ്റേറ്റിലേക്കല്ല പോകുന്നത്, അവിടെ ഒരു ഡീകേ നടക്കുന്നുണ്ട്. ആ ഡീകേ ഉണ്ടാവുന്നത് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു സർക്യൂട്ടാണെങ്കിലും റിസൾട്ടൻ്റ് കറണ്ട് എന്ന് പറയുന്നത്, ടോട്ടൽ സർക്യൂട്ടിൽ നമ്മൾ കാണപ്പെടുന്ന കറണ്ട് എന്ന് പറയുന്നത്
ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് പ്ലസ് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെയും സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിൻ്റെയും സമ്മായിരിക്കും. ഓക്കെ, ഒരു ലോങ് ടൈമിൽ നമ്മൾ ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സൊക്കെ കണക്ട് ചെയ്തിട്ട് കുറേ സമയത്തേക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഡൈ ഓഫ് ചെയ്ത് പോകും. ഇത് ഉണ്ടാവില്ല, സ്റ്റഡി കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വളരെ ഷോർട്ട് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും റിസൾട്ടൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസിയൻറ്റ് കറണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസിയൻറ്റ് കറണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സ് അല്ല. അപ്പോൾ സർക്യൂട്ടിലുള്ള ചില എലമെൻറ്റുകളാണ്. അപ്പോൾ ആ ചില എലമെൻ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ, ഈ തരത്തിലുള്ള കമ്പോണൻസ് ആണ് ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഉണ്ടാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കമ്പോണൻസിൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻഡക്ടറിൽ നമുക്കറിയാം ഒരു കറണ്ട് സീറോയിൽ നിന്നൊരു മാക്സിമത്തിലേക്ക് പോകുന്ന സമയത്ത് ഇൻഡക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ അതിൽ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ല ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. അപ്പോൾ ഇതെല്ലാം സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ഡീക്കേ ചെയ്യും, അതൊരു ട്രാൻസിയൻറ്റ് കറണ്ടാണ്. അതുപോലെ സർക്യൂട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് EMF കാരണം സർക്യൂട്ടിൽ ഒരു കറണ്ട് ഉണ്ട്, അതും ട്രാൻസിയൻറ്റ് കറണ്ടാണ്. അപ്പോൾ ബേസിക്കലി ഇത്തരത്തിലുള്ള കമ്പോണൻസ് ആണ് സർക്യൂട്ടിൽ ട്രാൻസിയൻറ്റ് കറണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോ ട്രാൻസിയൻറ്റ് കറണ്ട്സ് ആർ ദെയർ ഇൻ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഉണ്ടാവില്ല. കാരണം ഒരു റെസിസ്റ്ററിന് എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയില്ല, എനർജി ഡിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ റെസിസ്റ്റർ സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ റെസിസ്റ്ററിന് മാത്രമുള്ള സർക്യൂട്ടാണെങ്കിൽ അവിടെ ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി രണ്ട് തരത്തിലുള്ള ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഉണ്ട്. ഒന്ന് സിംഗിൾ എനർജി ട്രാൻസിയൻസ് ഉണ്ട്, മറ്റൊന്ന് ഡബിൾ എനർജി ട്രാൻസിയൻസ് ഉണ്ട്. അപ്പോൾ സിംഗിൾ എനർജി ട്രാൻസിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സർക്യൂട്ട്സിൽ ഓൺലി വൺ ഫോം ഓഫ് എനർജി ഈസ് ഇൻവോൾവ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള എനർജി ഇൻവോൾവ് ആയിരിക്കുള്ളൂ. ഒരു തരത്തിലുള്ള എനർജി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള എനർജീസ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീസ് ഉണ്ട്, അത് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജീസ് ഇലക്ട്രോ മാഗ്നറ്റിക് ആണെന്ന് പറയാം. കാരണം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്, അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറയാം. അതുപോലെ കപ്പാസിറ്ററിലുള്ള എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. ഓക്കെ, കാരണം സ്റ്റാറ്റിക് ആയിട്ടുള്ള അത് ചാർജസ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, അത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എനർജീസ് മാത്രം, എയ്തർ ഇലക്ട്രോ മാഗ്നറ്റിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക്, ഇതിലേതെങ്കിലും ഒരു തരത്തിലുള്ള എനർജി മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സർക്യൂട്ടിലുള്ള കറണ്ട്സിന് സിംഗിൾ എനർജി ട്രാൻസിയൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് LR സർക്യൂട്ട്. LR സർക്യൂട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. RC സർക്യൂട്ടിലാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇനി ഡബിൾ എനർജി ട്രാൻസിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള എനർജീസും ഉണ്ടാവും, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്കും ഉണ്ടായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സർക്യൂട്ടാണ് LCR സർക്യൂട്ട്. ഓക്കെ, കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ട്, ഇൻഡക്ടർ ഉള്ളതുകൊണ്ട് അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ട്രാൻസിയൻറ്റ് കറണ്ട്സ്. ട്രാൻസിയൻറ്റ് കറണ്ട്സിനെ ചുരുക്കി നമുക്ക് ട്രാൻസിയൻസ് എന്നും പറയാം. ഓക്കെ, സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ട്രാൻസിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ട്രാൻസിയൻറ്റ് കറണ്ട്സ്. ഓക്കെ, ഇനി പലതരത്തിലുള്ള ട്രാൻസിയൻസ് ഉണ്ട്. ഇനീഷ്യൽ ട്രാൻസിയൻസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ എ സർക്യൂട്ട് വിച്ച് ഈസ് ഒറിജിനലി ഡെഡ് ആൻഡ് ഈസ് എനർജൈസ്ഡ്. ആക്ച്വലി അത് ഡെഡായിരുന്നു, പക്ഷേ അതിന് എനർജി കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇനീഷ്യൽ ട്രാൻസിയൻസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളൊരു സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. അടുത്തത് സബ്സിഡൻസ് ട്രാൻസിയൻ. So these are produced when the energized circuit is rapidly de-energized and reaches eventually a steady state of zero current or voltage. അപ്പം ആദ്യം ഒരു കറണ്ട് ഉണ്ടായിരുന്നു, അത് ഡീ-എനർജൈസ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രാൻസിയൻസ് ആണ് സബ്സിഡൻസ് ട്രാൻസിയൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസിയൻ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക്. അതായത് അപ്പോൾ അവിടെ ഒരു ട്രാൻസിഷൻ നടക്കുന്നത്. എന്താണ് ട്രാൻസിഷൻ നടക്കുന്നത്? ദീസ് ആർ ഡ്യൂ ടു സഡൻ എനർജറ്റിക് ചേഞ്ച് ഫ്രം വൺ സ്റ്റഡി സ്റ്റേറ്റ് ടു അനദർ. വൺ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്യൂട്ട് എടുക്കുക, അവിടെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് സ്റ്റഡി വാല്യൂ ഓഫ് കറണ്ട് ഉണ്ട്, ആ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അത് ഇൻക്രീസ് ചെയ്യാൻ കാരണം വോൾട്ടേജ് സോഴ്സ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ട്രാൻസിയൻസ് ആണ് ട്രാൻസിയൻസ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് ട്രാൻസിയൻസ് ഉണ്ട്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് വിച്ച് ഈസ് സൈമൾട്ടേനിയസ്ലി സബ്ജക്റ്റ് ടു
true transients due to two independent disturbance or when disturbing force producing the transients is itself is variable. അപ്പോൾ ആ ട്രാൻസിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് അത് ഒരു വേരിയബിൾ സോഴ്സ് ആണെങ്കിൽ അതിനെ കോംപ്ലക്സ് ട്രാൻസിയൻസ് എന്ന് പറയും. ഓക്കെ, ഒന്നിലധികം തവണ ഈ ട്രാൻസിയൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് ട്രാൻസിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തതാണ് റിലാക്സേഷൻ ട്രാൻസിയൻസ്. ഈ ഒരു ട്രാൻസിയനിൽ the transition occurs cyclically towards the states which when reached become unstable themselves. ഇപ്പോൾ സൈക്ലിക്കലി ഒരു സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടുന്ന തരത്തിലുള്ള ട്രാൻസിയൻസ് ആണ് റിലാക്സേഷൻ ട്രാൻസിയൻസ്. ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു ട്രാൻസിയൻസ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ പേര് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് ഇൻ RL സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ DC കറൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. AC കറണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. RL സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ ഇൻഡക്ടർ സർക്യൂട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ R ഉണ്ട്, അതിൻ്റെ വാല്യൂ R ohms ആണ്. അതുപോലെ ഒരു ഇൻഡക്ടർ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ വോൾട്ടേജ് സപ്ലൈ V. ഓക്കെ, ഇനി അവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്വിച്ച് S ആണ്. S1 കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീനിങ് സർക്യൂട്ടിലൂടെ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ട്രാൻസിയൻസ്, അതായത് ആദ്യം സർക്യൂട്ടിൽ കറണ്ടൊന്നുമില്ല, സർക്യൂട്ടിലൂടെയുള്ള റിസൾട്ടൻറ്റ് കറണ്ട് I = 0 എന്നാണ്, അറ്റ് ടൈം T = 0. ഓക്കെ, ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് സോഴ്സ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കുക. അപ്പം പെട്ടെന്ന് 0-ൽ നിന്ന് Iലേക്ക് മൂവല്ല ചെയ്യുന്നത്, അതിനൊരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷനാണ് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് റിസൾട്ടൻറ്റ് കറണ്ട്, സർക്യൂട്ടിലൂടെയുള്ള റിസൾട്ടൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് പ്ലസ് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് ആണ്. കാരണം ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സിൻ്റെ കാരണം കൊണ്ടല്ല, ഇതിലുള്ള സർക്യൂട്ട് എലമെൻസിൻ്റെ കാരണം കൊണ്ടാണ്. ഓക്കെ, ബേസിക്കലി ഇവിടെ ഇൻഡക്ടറിൻ്റെ കാരണം കൊണ്ടാണ് ഇവിടെ ട്രാൻസിയൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറയുന്നത് IS, അല്ലെങ്കിൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് എഴുതാം. ദാറ്റ് ഈസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ, ഇനി ട്രാൻസിയൻസ് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് എനി വോൾട്ടേജ്. ഈ വോൾട്ടേജ് സോഴ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ടല്ല ട്രാൻസിയൻസ് ഉണ്ടാകുന്നത്. അപ്പം ഇതിലൂടെയുള്ള ട്രാൻസിയൻസ്, ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന വോൾട്ടേജ് ക്രിച്ചോഫ് വോൾട്ടേജ് ലോ എഴുതുകയാണെങ്കിൽ IT × R, ദിസ് ഇസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ. ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ LdI/dt. ഇത് വരുന്നത് ഫാരഡേസ് ലോയിൽ നിന്നാണ്. എപ്സിലോൺ = -d∅/dt. ഓക്കെ, ഫൈ എന്നുള്ളത് Li എന്ന് കൊടുക്കുക, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്സിലോൺ = -LdI/dt. ഓക്കെ, വോൾട്ടേജ് ലോ, ക്രിച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മൈനസ് സൈൻ ഓപ്പോസിറ്റ് സൈനായിട്ട് എടുക്കണം. അപ്പോൾ +LdI/dt. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഈക്വൽ ടു 0, ബിക്കോസ് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് ഉണ്ടാക്കുന്നത് സോഴ്സ് വോൾട്ടേജ് അല്ല, അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ 0. ഈ വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, നൗ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. di/dt ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി -RIT/L എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ITയെ ട്രാൻസിയൻറ്റ് കറണ്ട് ആയിട്ടുള്ള ITയെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു -R/L/dt എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇത് രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln(IT) എന്ന് വരും, ഈ സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് -R/L/t എന്ന് വരും, പ്ലസ് ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് K എന്ന് കൊടുത്തു. ആ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അറ്റ് ടൈം T = 0 ട്രാൻസിയൻറ്റ് കറൻറ്റ്സിന് ഒരു വാല്യൂ ഉണ്ടാവും. അതിന് നമുക്ക് ട്രാൻസിയൻറ്റ് കറൻറ്റ്സിൻ്റെ വാല്യൂ I0 നമുക്കറിയില്ല എത്രയാണ്, അതിന് നമുക്കൊരു I0 എന്നുള്ള വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ at ടൈം T = 0, ഇവിടെ ടൈമിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി. 0 + K = ടൈം 0 ആകുമ്പോൾ IT എന്ന് പറയുന്നത് I0 ആണ്. അപ്പോൾ K = log I0 എന്ന് വരും. ഓക്കെ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ln(IT), ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം. ഓക്കെ, ln(I0) -R/L/t എന്ന് വരും. അപ്പോൾ ഈ ടേം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം.
അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്ന് വരും. അപ്പോൾ ln ഓഫ് ഐ ടി ബൈ ഐ0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ടി എന്ന് വരും. ഓക്കെ, ഇനി രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഐ ടി ബൈ ഐ0 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ടി എന്ന് വരും. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് ട്രാൻസിയൻറ്റ് കറണ്ടിന് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഐ ടി ഈക്വൽ ടു ഐ0 ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ടി. ഇവിടെ ഐ0 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ല, കാര്യം അത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതും ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഐ ടിയുടെ എക്സ്പ്രഷൻ അറിയാം നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് റിസൾട്ടൻറ്റ് കറണ്ട് എത്രയാണെന്ന് എഴുതാം. ഐ ഈക്വൽ ടു ഐ എസ് പ്ലസ് ഐ0 ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ. അപ്പോൾ ഇവിടെ ആർ ബൈ എൽ എന്നുള്ളതിന് 1 ബൈ ലാംഡ എന്ന് കൊടുത്തു. ഓക്കെ, ലാംഡ എന്നുള്ളത് അതിനെ പറയുന്ന പേര് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയും. അതുപോലെ അതിൻ്റെ ഇൻവേഴ്സ് 1 ബൈ ലാംഡയ്ക്ക് നമ്മൾ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് എന്നും പറയാം. ഓക്കെ, ഇനി ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഐ0 കണ്ടുപിടിക്കുന്നത്. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ടൈം ടി ഈക്വൽ ടു 0. ഇനീഷ്യൽ ടൈമിൽ സർക്യൂട്ടിൽ കറണ്ട് ഒന്നുമില്ല. ഓക്കെ, കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റ് കറണ്ടാണ് ഇല്ലാത്തത്, ഐ ഈക്വൽ ടു 0. അപ്പോൾ അത് ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ 0 കൊടുത്തു, ഐ എസ് ഇവിടെ ഐ0 ഇവിടെ ടൈം 0 ആകുമ്പോഴാണ്. അപ്പോൾ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും. അപ്പോൾ ഐ0 പ്ലസ് ഐ എസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഐ0 ഈക്വൽ ടു മൈനസ് ഐ എസ് വരും. ഐ എസിൻ്റെ വാല്യൂ നമുക്കറിയാം, മൈനസ് വി ബൈ ആർ ആണ് ഐ എസ്. ഓംസ് ലോ പ്രകാരം സോഴ്സ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഐ0 കിട്ടി. ഐ0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റിസൾട്ടൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ വി ബൈ ആർ മൈനസ് വി ബൈ ആർ ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് വി ബൈ ആർ കോമൺ ആയിട്ട് എടുക്കാം. 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് വരും. ഓക്കെ, ബട്ട് ലാംഡ ഈസ് ദി ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സർക്യൂട്ട്. ഇനി ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഈ രണ്ടാമത്തെ ടേമാണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. കാര്യം ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, അവിടെ ഐ0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വി ബൈ ആർ ആണ്. അപ്പോൾ മൈനസ് വി ബൈ ആർ ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈമിനനുസരിച്ച് കറണ്ട് എങ്ങനെ വേരി ചെയ്യുന്നു. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ സോളിഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് റിസൾട്ടൻറ്റ് കറണ്ടാണ്, അതായത് ഈ കറണ്ടാണ്. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഈ ഗ്രാഫ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാം. ഇവിടെ ടിക്ക് 0 കൊടുക്കുകയെന്ന് വെച്ചാൽ, ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എക്സ്പോണൻഷ്യലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. 1 മൈനസ് 1 0. അപ്പോൾ റിസൾട്ടൻറ്റ് കറണ്ട് 0 ആണ്. നമുക്കറിയാം സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് അവിടെ ഇല്ല അല്ലേ. പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്താണ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ലോങ് ടൈം, വളരെ ലാർജ് ടൈം ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരേണ്ടത്? വി ബൈ ആർ ആണ്. കാര്യം അതാണ് സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിലുള്ള കറണ്ട് എന്ന് പറയുന്നത് വി ബൈ ആർ ആണ് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള കറണ്ടാണ് ട്രാൻസിയൻറ്റ്, അതായത് ഈ വേരിയേഷൻ കൊണ്ടുവരുന്ന ഈ കറണ്ടാണ് ട്രാൻസിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് ഈ ഫാക്ടറിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. കാര്യം ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് പറയുമ്പോൾ 1 ബൈ ഇ റേസ് ടു ടി ബൈ ലാംഡയാണ്. അപ്പോൾ ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കൂടും, ഈ ഫാക്ടർ കുറയും. ഈ ഫാക്ടർ കുറയുമ്പോൾ 1 മൈനസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഫാക്ടർ 1 മൈനസ് എന്നുള്ള ഫാക്ടർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബ്രാക്കറ്റിലുള്ള ഫാക്ടർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കറണ്ട് സ്ലോലി ഇൻക്രീസ് ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ആയിട്ടുള്ള വി ബൈ ആർ എന്നുള്ള അതിൻ്റെ വാല്യൂവിലേക്ക് റീച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് 0യിൽ നിന്ന് 1ലേക്ക് പോവുകയല്ല, ഒരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷനാണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ അതായത് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ പ്രകാരം ടി ഈക്വൽ ടു 0 ആണെങ്കിൽ ട്രാൻസിയൻറ്റ് ഐ ടി എന്ന് പറയുന്നത് എന്ത് വരും? ഈ ടേം 1 ആയിരിക്കും, മൈനസ് വി ബൈ ആർ ആണ്. അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ട് അറ്റ് ടൈം ടി ഈക്വൽ ടു 0. ഇവിടെ മാക്സിമം ട്രാൻസിയൻറ്റ് കറണ്ട്സ് ആണ് ഉണ്ടാകുന്നത്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, മൈനസ് വി ബൈ ആർ ആണ്. അവിടെ നിന്നും ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. നമുക്കറിയാം ട്രാൻസിയൻറ്റ് കറണ്ട്സ് ടൈം പോകുന്തോറും ട്രാൻസിയൻറ്റ് കറണ്ട്സ് കുറയാണ് ചെയ്യുക. ഓക്കെ, ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസിയൻറ്റ് കറണ്ട്സ് കുറഞ്ഞു വന്നു. അതായത് ലോങ് ടൈമിൽ വളരെ കൂടുതൽ സമയം അല്ലെങ്കിൽ ലോങ് ടൈമിന് ശേഷം നോക്കുകയാണെങ്കിൽ ട്രാൻസിയൻറ്റ് കറണ്ട്സ് 0 ആയിട്ടുണ്ടാവും.
ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുള്ള ഒരു വേരിയേഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു ടൈമാണ് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ്. പക്ഷേ ഒരുപാട് ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസിയൻറ്റ് കറൻറ്റ്സിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ. അപ്പം ഈ ലോങ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 സെക്കൻഡിലൊക്കെ വളരെ താഴെയായിരിക്കും. ഈ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു മില്ലി സെക്കൻഡ്സോ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സോ ഒക്കെ ആവാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ലോങ് ടൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ഒരു ടൈം സ്കെയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. ഇനി നമ്മൾ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു സർക്യൂട്ടിൽ ഇവിടെ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ. റിസൾട്ടൻറ്റ് കറണ്ട് ആണെങ്കിൽ IR വരും. ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണെങ്കിൽ IT × R ആണ് വരിക. ഓക്കെ. അപ്പോൾ I × R എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ റിസൾട്ടൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷനിൽ നിന്ന് I × R എന്നുള്ളത് V × 1 - e⁻ t/λ എന്ന് വരും. ദിസ് ദ റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ R. ഓക്കെ. റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സർക്യൂട്ടിൽ കാണപ്പെടുന്ന ഫിനോമിനനാണ് ഇത്. അതായത് ആദ്യം 0 ആയിരിക്കും സർക്യൂട്ടിലുള്ള റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. പിന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്തു. സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആയിട്ടുള്ള IS × R. ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിൻ്റെ വാല്യൂ IS ആണ്. × R ചെയ്യുമ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും. ഓക്കെ. ഇനി ട്രാൻസിയൻറ്റ് കറൻറ്റ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് നോക്കേണ്ടതെങ്കിൽ IT × R ആണ് ചെയ്യേണ്ടത്. IT × R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കിട്ടുക? നമുക്ക് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ ഉണ്ട്. IT = -V/R e⁻ t/λ. ഓക്കെ. അവിടെ I × R ചെയ്യുമ്പോൾ -V × e⁻t/λ എന്ന് വരും. അപ്പോൾ അതിൽ നേരത്തെ t = 0 ആകുമ്പോൾ -V ആണ് അതിൻ്റെ വാല്യൂ. പിന്നീട് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് ട്രാൻസിയൻറ്റ് കറണ്ട് റെസിസ്റ്ററിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഫൈനലി ഇറ്റ് ബിക്കം 0. ഓക്കെ. അപ്പോൾ ഈ സർക്യൂട്ടിൽ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡക്ടർ എന്നുള്ള എലമെൻ്റാണ്. അപ്പോൾ ഇൻഡക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് ഇൻഡക്ഷൻ കാരണം ഉണ്ടാവുന്ന ബാക്ക് EMF ആണ് ഈ ഒരു ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് ഉണ്ടാക്കാനുള്ളൊരു കാരണം. അപ്പോൾ അതിന് നമുക്ക് ബാക്ക് EMFനെ നമുക്ക് -LdI/dt എന്ന് എഴുതാം. അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിൽ നിന്ന്, അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കതിന് IT × R എന്ന് കൊടുക്കാം. ഓക്കെ. ട്രാൻസിയൻറ്റ് കറൻറ്റ്സിന് കാരണമായിട്ടുള്ളത് ഇൻഡക്ടറിലുള്ള ബാക്ക് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ. ഇനി ഇവിടെ രണ്ടാമതൊരു കേസ് കൺസിഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം LR സർക്യൂട്ട് വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്യൂട്ടിലുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അത് steady state വാല്യൂ ആയി. ട്രാൻസിയൻസ് ഒക്കെ 0 ആയി. പിന്നെ സർക്യൂട്ടിൽ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് IS = V/R ആണ്. പിന്നെ നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് ഈ കോൺസ്റ്റൻറ്റ് കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഓംസ് ലോ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസിലെല്ലാം ഈ ട്രാൻസിയൻറ്റ് കറൻറ്റ്സിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ട്രാൻസിയൻറ്റ് കറൻറ്റ്സിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ കാരണം നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്ത് ഒരു സഫിഷ്യൻറ്റ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നുള്ള അസംഷനിലാണ്. ഓക്കെ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഉണ്ട്. ഓക്കെ. അതിനുശേഷം ഈ സ്വിച്ച് ഇവിടെ നിന്ന് മാറ്റി ഓഫ് ചെയ്ത് 2ലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ 2ലേക്ക് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ സർക്യൂട്ട് ഷോർട്ട് ചെയ്തു. ഓക്കെ. ഈ വോൾട്ടേജ് സോഴ്സിനെ ഒഴിവാക്കി പിന്നെ സർക്യൂട്ട് നേരിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ആദ്യം സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റിൽ അവിടെ മാക്സിമം കറണ്ട് ഉണ്ട്. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ V/R ആണ്. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് ഇവിടെ വോൾട്ടേജ് സപ്ലൈ ഈ സർക്യൂട്ടിലില്ല. പിന്നീടുള്ളത് ട്രാൻസിയൻറ്റ് കറണ്ട് മാത്രം. പിന്നീട് ഈ സർക്യൂട്ടിൽ കാണപ്പെടുന്നത് ട്രാൻസിയൻറ്റ് സർക്യൂട്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സർക്യൂട്ടിൽ കറണ്ട് ഡീക്കേ ചെയ്യുകയാണ് ചെയ്യുക. ബിക്കോസ് അവിടെ സോഴ്സ് ഇല്ല പിന്നീട്. അപ്പം സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് മാക്സിമം കറണ്ട് പിന്നെ കുറഞ്ഞ് വരും. അപ്പോൾ ആ കുറഞ്ഞ് വരുന്നത് എൻറ്റയർലി ട്രാൻസിയൻറ്റ് കറണ്ടാണ്. ഓക്കെ. അറ്റ് ടൈം t = 0 നമുക്ക് പറയാം ദ റിസൾട്ടൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോഴ്സ് ആണ്. കാരണം അവിടെ സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ടുള്ള കറണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അറ്റ് ടൈം t = 0. അപ്പോൾ ഈ ടൈം എടുക്കുന്നത് നമ്മൾ ഈ ഷോർട്ട് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റിലാണ് ടൈം t = 0 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ.
ഇനിഷ്യലി ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനിഷ്യലി കണക്ട് ചെയ്യുന്ന ആ ഒരു ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആദ്യം ഒരു സർക്യൂട്ട് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, പിന്നീട് അത് ഷോർട്ട് ചെയ്യുന്നു. ഓക്കെ, നൗ ഈ ഷോർട്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ ടൈം 0 ആണ്. പിന്നെ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിലുണ്ടായിരുന്ന കറണ്ട് ഡീക്കേ ചെയ്യും. ഓക്കെ, ദ കറണ്ട് സ്റ്റാർട്ട്സ് ഡീക്കേയിങ് ഫോർ ടൈം ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഉള്ള നമ്മൾ ക്രിച്ച് ഓഫ് വോൾട്ടേജിൽ എഴുതുകയാണെങ്കിൽ ഈ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IT×R, ട്രാൻസിയൻറ്റ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ LdIT/dt എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ IT=I0 e⁻t/λ, where λ is the time constant L/R. ഓക്കെ, നൗ ഇവിടെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് അറ്റ് ടൈം t=0 നമുക്ക് മാക്സിമം ട്രാൻസിയൻറ്റ് കറണ്ടാണുള്ളത്. കാരണം ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം ട്രാൻസിയൻറ്റ് കറണ്ടാണുള്ളത്. ആ കറണ്ട് എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിന് ഈക്വലൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് V/R. ഓക്കെ, ഇതിൽ നിന്നും IT at t=0 ഈക്വൽ ടു V/R. ഇതൊരു ഇനീഷ്യൽ കണ്ടീഷനാണ്. അപ്പം അതിവിടെ കൊടുക്കുക. ഓക്കെ, ഈ ഇക്വേഷനിൽ കൊടുക്കുക. t=0 കൊടുക്കുക. t=0 കൊടുക്കുമ്പോൾ IT എന്നുള്ളത് V/R എന്ന് വരും. ഓക്കെ, I0 e⁻0 ഈക്വൽ ടു V/R എന്ന് വരും. e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിൽ നിന്നും I0 ഈക്വൽ ടു V/R എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് IT ഈക്വൽ ടു നമ്മൾ ഈക്വേഷൻ ഈ സൊല്യൂഷനിലുള്ള I0ക്ക് കൊടുക്കുക V/R e⁻t/λ എന്ന് വരും. അപ്പോൾ എക്സ്പൊണൻഷ്യൽ റൈസ് ടു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ കറണ്ട് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലോട്ട് വരയ്ക്കാം. കറണ്ട് വേഴ്സസ് ടൈം പ്ലോട്ട് വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് V/R ആണ്. ഓക്കെ, IT ട്രാൻസിയൻറ്റ് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു വരും. ഓക്കെ, ഇനി ഇതിൽ 2 പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് ടൈം കോൺസ്റ്റൻ്റ് ആണ്. ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ഓഫ് ദ സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ഇറ്റ് വുഡ് ടേക്ക് ഫോർ എ ട്രാൻസിയൻറ്റ് കറണ്ട് ടു ഡിക്രീസ് ടു 0 ഇഫ് ദ ഡിക്രീസ് വെയർ ലീനിയർ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് എക്സ്പൊണൻഷ്യൽ. അതായത് ഇത് നമ്മൾ പറഞ്ഞു ഇവിടെ കറണ്ട് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അതിന് പകരം ഇത് ലീനിയർ ആയിട്ട് ഡിക്രീസ് ചെയ്യാൻ നിൽക്കുക. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ കുത്തനെ ഡിക്രീസ് ചെയ്യുക വിത്ത് സം സ്ലോപ്പ്. ഓക്കെ, അങ്ങനെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാൻസിയൻറ്റ് കറണ്ട് 0 ആവാൻ വേണ്ട ടൈമിന് പറയുന്ന പേരാണ് ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഓക്കെ, അപ്പോൾ തുടക്കത്തിലുള്ള അതിൻ്റെ സ്ലോപ്പ് വെച്ചിട്ടാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു dy/dx ആണ് ഒരു XY ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ y ടേം കറണ്ടാണ്, ഇവിടെ x ടേം ടൈമാണ്. ഓക്കെ, അപ്പോൾ dIT/dt ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? തുടക്കത്തിലുള്ള സ്ലോപ്പ് അറ്റ് ടൈം t=0 സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദിസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് അറ്റ് ടൈം t=0. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ IT-യുടെ എക്സ്പ്രഷൻ കൊടുത്തു. I0 e⁻t/λ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് e⁻t/λ ചെയ്യുമ്പോൾ -1/λ I0 e⁻t/λ വരും. എന്നിട്ട് അവിടെ t-ക്ക് 0 കൊടുക്കുക. t-ക്ക് 0 കൊടുക്കുമ്പോൾ -I0/λ. സോ ദിസ് ഈസ് എ സ്ലോപ്പ് അറ്റ് ടൈം t=0. ആ സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = mx + c എന്നുള്ള ഫോമാണ്. y = mx + c. അപ്പോൾ c എന്നുള്ളത് ഇൻ്റർസെപ്റ്റ് ഓൺ ദി y ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ I0 ആണ്. ഓക്കെ, ദിസ് ഈസ് I0 ഈസ് ദ ഇൻ്റർസെപ്റ്റ്. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു -I0/λ ആണ്. x എന്നുള്ളതിന് പകരം ഇവിടെയുള്ളത് t ആണ്. അതിവിടെ t കൊടുത്തു. അപ്പോൾ ഇതാണ് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഈ ടെക്സ്റ്റിലുള്ള ഇക്വേഷനിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട്. കുറച്ച് മിസ്റ്റേക്സുകൾ അതിൻ്റെ ഗ്രാഫിലും ഉണ്ട്. അപ്പോൾ അത് ഈ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രാഫിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനത് പറയാൻ വിട്ടുപോയതാണ്. എസ്പെഷ്യലി ഈ ഗ്രാഫിലുള്ള ഈ എക്സ്പ്രഷൻ ടെക്സ്റ്റിൽ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ,
അതുപോലെ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ ഈ ഇൻ്റർസെപ്റ്റ് അവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം, എന്നാൽ മാത്രമേ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ പറഞ്ഞു. ടൈം കോൺസ്റ്റൻ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയറായിട്ട് ഡിക്രീസ് ചെയ്തിട്ട് ട്രാൻസിയൻറ്റ് കറണ്ട് 0 ആവുന്ന പോയിൻറ്റിലുള്ള ടൈമാണ് ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0 ആവുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ I0 0 ആവണം അല്ലേ, സോറി IT 0 ആവുന്ന പോയിൻ്റാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ IT 0 ആവുന്ന പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് IT 0 നോട് 0 ഈക്വൽ ടു I0 മൈനസ് I0 t ബൈ ലാംഡ. ഓക്കെ, അപ്പം ഈ I0നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇഫ് യു വാണ്ട് ടു ഡു ദ കാൽക്കുലേഷൻ യു ക്യാൻ ഡു. ഓക്കെ, 0 ഈക്വൽ ടു I0 മൈനസ് I0 t ബൈ ലാംഡ എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് t ഈക്വൽ ടു ലാംഡ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ്, അതായത് I ഈക്വൽ ടു 0 ആവാൻ വേണ്ട ടൈമാണ് എന്ത്, ലാംഡ എന്ന് പറയുന്നത്. ലാംഡ ഇസ് എ ടൈം കോൺസ്റ്റൻറ്റ്. ഇനി വേറൊരു പാരാമീറ്റർ കൂടിയുണ്ട്, ടൈം പീരീഡ് എന്ന് പറയുന്നുണ്ട്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതായത് IT-യുടെ വാല്യൂ എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതായത് നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ഫോമുലാണുള്ളത്, -t ബൈ ലാംഡ. റിമെമ്പർ, ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരരുത്. ഈ ഒരു ഇക്വേഷൻ പറയുന്നത് അത് ലീനിയറായിട്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ വാലിഡ് ആവുന്നത്. ആക്ച്വലി ലീനിയർ ആയിട്ടുള്ള ഡിക്രീസ് അല്ല ഉള്ളത്, അത് ടൈം കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയാൻ വേണ്ടി മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആക്ച്വലായിട്ടുള്ള ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഡിക്രീസാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ടൈം പീരീഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിയൻറ്റ് കറണ്ട് 1/e ടൈംസ് ഓഫ് ദ മാക്സിമം കറണ്ട് ആവുന്ന ടൈമാണ് ടൈം പീരീഡ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് IT ഈക്വൽ ടു I0 ബൈ E ആവുന്ന ടൈം. ഓക്കെ, അത് എപ്പോഴാണ്? വെൻ t ഈക്വൽ ടു ലാംഡ. ഓക്കെ, t ഈക്വൽ ടു ലാംഡ ആവുന്ന സമയത്താണ് അതിൻ്റെ വാല്യൂ I0 ബൈ E എന്നുള്ള വാല്യൂയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് 0.37% ഓഫ് I0 ആവുന്ന ടൈം എന്നും പറയാം. ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ്, ഈ രണ്ടും സെയിം പാരാമീറ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, ഒന്ന് ലീനിയർ കേസിൽ നമ്മൾ വെച്ചിട്ട് അതിനെ ഡെഫിനിഷൻ പറഞ്ഞു, മറ്റൊന്ന് എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് വെച്ചിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തായി നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണ്. ഇവിടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എ കോയിൽ ഹാവിങ് എ റെസിസ്റ്റൻസ് ഓഫ് 3 ohm. ഓക്കെ, ഒമേഗ അല്ല, ഓം ആണ്. ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് 0.09 ഹെൻറി ഈസ് കണക്റ്റഡ് അക്രോസ് എ ബാറ്ററി ഓഫ് 20 volt. ഓക്കെ, പ്ലോട്ട് ദ കറണ്ട് ആൻഡ് ഇറ്റ്സ് 2 components. കറണ്ട് എന്ന് പറയുമ്പോൾ റിസൾട്ടൻറ്റ് കറണ്ടും അതിൻ്റെ 2 components എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിസൾട്ടൻറ്റ് കറണ്ടും അതുപോലെ തന്നെ ഒന്ന് ട്രാൻസിയൻറ്റ് കറണ്ടും. അസ്യൂം ദാറ്റ് അറ്റ് ടൈം t equal to 0, ഇനീഷ്യൽ ടൈമിൽ വെൻ ദ സർക്യൂട്ട് ഈസ് t equal to 0 വെൻ ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ t equal to 0 ടൈം എടുക്കുന്നത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ സോഴ്സ് വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന ഒരു കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് കണ്ടുപിടിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ്, ദാറ്റ് ഈസ് V/R ആണ്. വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റർ, ദാറ്റ് ഈസ് 20/30 എന്ന് വരും, 20/2/3 എന്ന് വരും. അതിന് നമുക്ക് മില്ലി ആംപിയറിൻ്റെ ടേംസ് 667 മില്ലി ആംപിയർ. അപ്പം അപ്പർ ലിമിറ്റ്, ഇത് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ നമുക്കറിയാം 667 മില്ലി ആംപിയർ ആണെന്ന് കൊടുത്തു. ഇനി അറ്റ് ടൈം t equal to 0 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ കറണ്ട് റിസൾട്ടൻറ്റ് കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇക്വേഷൻസ് അറിയാം. IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ഇൻറ്റു 1 - e - t ബൈ ലാംഡ എന്നുള്ളൊരു ഫോം വെച്ചിട്ട്, ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L/R ആണ് ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, L ഇവിടെ തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ട്രാൻസിയൻറ്റ് കറൻസിൻ്റെ ഇക്വേഷൻ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് നേരത്തെ വരച്ചിട്ട് അതേ ഫിഗറാണ്, 0ൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആയ 667 എന്നുള്ള ഒരു ഫിഗറിലേക്കാണ് കറണ്ട് പോകുന്നത്. ഓക്കെ, സോ ഇത് റിസൾട്ടൻറ്റ് കറണ്ടാണ്. ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്,
ഇത് ട്രാൻസിയൻറ്റ് കറണ്ടാണ്, സോറി ഇത് റിസൾട്ടൻറ്റ് കറണ്ടാണ്. ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VIT ഈക്വൽ ടു മൈനസ് V/R e⁻t/λ ആണ്. ഓക്കെ, അപ്പോൾ അത് നേരത്തെ വരച്ച അതേ ഗ്രാഫ് തന്നെയാണുള്ളത്. അപ്പം ഇവിടെ ഒരു മൈനസ് V/R ആണ് അതിൻ്റെ ഇനീഷ്യൽ ടൈമിൽ അതിൻ്റെ വാല്യൂ, ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ. അപ്പോൾ -667 എന്ന് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങനെ കൂടി വന്നു. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ, ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് 0 ആണ്. ഓക്കെ, so hope you understood the video. Thank you.